തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ തിയേറ്ററുകളിൽ ഒന്നാണ് ശ്രീ പത്മനാഭ തിയേറ്റർ. ഈ അടുത്ത കാലത്ത് നവീകരിച്ച പത്മനാഭ നഗരത്തിലെ ഏറ്റവും മികച്ച തിയേറ്ററുകളിൽ ഒന്ന്. ഫോർട്ടീസിലാണ് ഫസ്റ്റ് വേർഷൻ ശ്രീ പത്മനാഭയുടെ വരുന്നത്. അന്നൊരു 10 സിനിമയായിരുന്നു. 10-ലൂടെ സിനിമ കാണിക്കുന്നത്. അന്നത്തെ ഏകദേശം ഒരു സിനിമയ്ക്ക് 6 ഇൻ്റർവെൽ, 10 സിനിമ വിത്ത് സിംഗിൾ പ്രൊജക്ടർ. ഒരു സിനിമ തന്നെ 6 ഇൻ്റർവെൽ എടുക്കും ഒരു പടം കംപ്ലീറ്റ് ചെയ്യാൻ. ടിക്കറ്റ് റേറ്റ്സ് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. എത്രയാണ് പൈസ, അങ്ങനെ 3 ക്ലാസ് ആയിരുന്നു. അതായത് ഏറ്റവും തറ ടിക്കറ്റ്, മണൽ, പിന്നെ ബെഞ്ച്, പിന്നെ കസേര, അങ്ങനെ ഒറ്റ ഫ്ലോറേ ഉള്ളൂ, ബാൽക്കണി ഇല്ല. അപ്പം ഈ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് അങ്ങനത്തെ ഇതൊന്നുമില്ല. വേ ബാക്ക് ഈ പറഞ്ഞു 30s എൻഡിൽ 40s. അതായിരുന്നു ഫസ്റ്റ് വേർഷൻ. പിന്നെ വന്നത് സെക്കൻഡ് വേർഷനായിരുന്നു. സെക്കൻഡ് വേർഷൻ വാസ് എ സെമി പെർമനൻറ്റ്, ഷീറ്റൊക്കെ ഇട്ടിട്ട്, പകുതി ഓല പകുതി ഷീറ്റ്. ദെൻ കെയിം ഈ കാണുന്ന വേർഷൻ, ദറ്റ് വാസ് ഇൻ 72. ഇതന്ന് എയർ കണ്ടീഷൻഡ് വേർഷനായിട്ടാണ് 72-ൽ ഓപ്പൺ ചെയ്തത്. 72-ൽ എയർ കണ്ടീഷൻ വേർഷൻ ഓപ്പൺ ചെയ്തു. 97-ൽ ഡോൾബി DTS ഒക്കെ വെച്ചു. ഇപ്പോൾ 2011-ൽ മാസീവായിട്ട് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ റെനോവേറ്റ് ചെയ്തു. ലേറ്റസ്റ്റ് ആയിട്ട് 2012 സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോൾ 2K പ്രൊജക്ഷനും 3D എല്ലാം ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പത്മ തിയേറ്ററിലെ ബോക്സ് ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്ന മറ്റൊരാൾ സജിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സജി, എത്ര വർഷമായി ഇത്? ഞാനിവിടെ ഒരു 8 കൊല്ലത്തോളം ഇവിടെ. 8 കൊല്ലത്തോളം. അതിന് മുൻപ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അതിന് മുമ്പ് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇടയ്ക്ക് ഇവിടെ നിന്ന് ഒരു വേറൊരു ഫാമിലിയോട്ട് പ്രൈവറ്റ് ഫാമിലിയിൽ പോയിട്ട് രണ്ടാമത് തിരിച്ച് ഇവിടെ തന്നെ വന്നതാണ്. കുറേ മുൻപ് പത്മ ഈ പുതിയ രൂപം സ്വീകരിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന പത്മയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു ഹാളേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അന്ന് സിംഗിൾ തിയേറ്ററായിരുന്നു. സിംഗിൾ തിയേറ്ററായിരുന്നു. അപ്പം അന്നത്തെ തിയേറ്ററിൽ നിന്ന് പിന്നീട് എന്താ മാറ്റം ഉണ്ടായത്? ഇപ്പോൾ അന്നത്തെ മാറ്റം അന്ന് 3 ക്ലാസ് ആയിരുന്നു മൊത്തം. നമുക്ക് ബാൽക്കണി, ഫസ്റ്റ് ക്ലാസ്, പിന്നെ ലോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്ന് ക്ലാസ് 2 ക്ലാസ്സേ ഉള്ളൂ. സിംഗിൾ 1-ൽ, സിംഗിൾ 2-ൽ ഒറ്റ ക്ലാസ്സേ ഉള്ളൂ. ഇപ്പോൾ ഈ മൾട്ടിപ്ലക്സുകൾ വന്നപ്പോഴത്തേക്കും ആ രീതിയിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓഡിയൻസിന് തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ വരുന്നതിൽ മൾട്ടിപ്ലക്സിൽ വരുന്ന ഓഡിയൻസ് സാധാരണ ഇവിടെ വരുന്ന ബില്ലിംഗാണ് ഇവിടെ വരാനായിട്ട്. അങ്ങനെ അങ്ങനെ ആ റേറ്റിൻ്റെ വ്യത്യാസം നമ്മൾ ആൾക്കാർ പ്രശ്നമല്ലേ. ഇപ്പം നല്ല ക്വാളിറ്റീസും നല്ല രീതിയിലുള്ള സഹകരണം കൊടുക്കുമ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. ഇപ്പോൾ സ്ക്രീൻ 1-ൽ 2 ക്ലാസ് ഉണ്ടല്ലോ, എത്രയൊക്കെയാണ് ടിക്കറ്റ് ചാർജസ്? സ്ക്രീൻ 1-ൽ 80, പിന്നെ 60, അങ്ങനെയാണ് 2 ക്ലാസ്. ഇതെന്താ? ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ബോക്സാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ടിക്കറ്റും പൈസയൊക്കെ കൊണ്ടുപോകുന്നത്. ഇത് ടിക്കറ്റ് കൊടുക്കും. ബോക്സ് ഓഫീസിൻ്റെ മിനിയേച്ചർ രൂപമാണ്. ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ട്. എന്താണ് ടിക്കറ്റ്? ഇതാ പൈസ. ഇത് നമ്മുടെ സ്പോഞ്ചാണ്. ഈ സ്പോഞ്ചിൽ ഇവിടെ ഈ വെള്ളമുണ്ട്. ഇതിൽ തൊട്ടിട്ടാണ് ടിക്കറ്റ് മറയ്ക്കുന്നത്. നോട്ട് എണ്ണതൊക്കെ ഇത് വെച്ചിട്ടാണ്. നമ്മൾ ഒരുപാട് തവണ സിനിമ ടിക്കറ്റ് മേടിക്കാനും തിയേറ്ററിൽ സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് തോന്നുന്നത് ടിക്കറ്റിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ടിക്കറ്റ് പഴയ ടിക്കറ്റ് തന്നെ. ഇപ്പോൾ ചില മൾട്ടിപ്ലക്സിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മാറിയിട്ടില്ല, പഴയ പേപ്പർ തന്നെയാണ്. സിനിമ തുടങ്ങിയിട്ട് ഒരു മാക്സിമം 10 മിനിറ്റിൽ കൂടുതൽ പിന്നെ ടിക്കറ്റ് കൊടുക്കൂല. നമ്മൾ 20 മിനിറ്റ് 25 മിനിറ്റ് വരെയൊക്കെ സിനിമ ഇവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. പണ്ട് സ്ത്രീകൾക്ക് സെപ്പറേറ്റ്, പുരുഷന്മാർക്ക് സെപ്പറേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ അങ്ങനെ ഇല്ലാതെ തോന്നുന്നു അല്ലേ? ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുമാതിരി ആൾക്കാരൊക്കെ നെറ്റിൽ ബുക്ക് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റ് ബുക്കിംഗ് നമുക്കുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഒരു കുറേ ടിക്കറ്റ്, പകുതിയോളം ടിക്കറ്റ് ഇൻ്റർനെറ്റ് ബുക്ക് ചെയ്യും. പിന്നെ നമുക്ക് വേറെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ പെയ്ഡ് ബുക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ബുക്കിംഗ് ആയിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ കൗണ്ടറിൽ വന്നിട്ട് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൂപ്പൺ കൊടുക്കും. ആ കൂപ്പൺ ഇവിടെ ചേഞ്ച് ചെയ്ത് ടിക്കറ്റ് ആക്കി എടുക്കാം. അങ്ങനെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ മിക്കവാറും ബാൽക്കണിയിൽ കുറച്ച് ടിക്കറ്റൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ കൊടുക്കാനായിട്ട്. അതന്നെ ആൾക്കാർ മോഡേൺ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. 2 ചക്രത്തിനും 4 ചക്രത്തിനും പ്രദർശനം നടത്തിയിരുന്ന ആ പഴയ കാലം ഇന്നും ടിക്കറ്റ് എക്സാമിനർമാരുടെ ആദ്യ തലമുറയിൽപ്പെട്ടവർക്കുണ്ട്. അരനൂറ്റാണ്ടിലേറെ ടിക്കറ്റ് പരിശോധകനായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരം സ്വദേശി അയ്യപ്പൻ പിള്ള. അതായത് ഈ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ മണൽ വിരിച്ചേക്കും, കടപ്പുറത്ത് മണ്ണ്, അതിലിരിക്കണം. അതിന് ടിക്കറ്റ് കണക്കൊന്നുമില്ല, കുറേ കയറ്റി വിടും. അന്നത്തെ ഇന്നല്ല, അന്നാണ് പഴനി, മങ്കേർക്കരച്ച് ഇതുപോലുള്ള വലിയ പടങ്ങൾക്കൊക്കെ ആവശ്യം പോലെ കയറ്റിവിടും. 2 ചക്രം 2 ചക്രം.
പിന്നെ 4 ഏക്കറെന്ന് പറയുമ്പോൾ തേർഡ് ക്ലാസ് ആവും. 8 ഏക്കറെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈ ക്ലാസ് ആവും ബാക്കിലോട്ട്. 8 ഏക്കറാണ് ഏറ്റവും കൂടുതൽ. 22 റീല് 20 റീലൊക്കെയാണ് ഒരു പടം. ഇപ്പോഴാണ് 16ഉം 17ഉം ഒക്കെ. അന്ന് 22 റീൽ 1:30 മണി 2 മണിയാവും. ആവശ്യം പോലെ വരും. ഈ തുറ അവിടെ ഇവിടെ നിന്നൊക്കെ ഉള്ളവർ വന്ന് ഈ മണ്ണിക്കറി കിടന്ന് ഉറങ്ങും, രാവിലെ എഴുതിച്ചു പോവും. അങ്ങനത്തെ കാലമാണ്. എറണാകുളത്തെ കവിതാ തിയേറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. കവിതാ തിയേറ്ററിൻ്റെ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ 40 വർഷമായിട്ട്, അതായത് കവിതാ തിയേറ്റർ ഉണ്ടായ കാലം മുതൽ ഉള്ള ഒരാൾ, സീനിയർ മോസ്റ്റ് ആൾ എന്ന് നമുക്ക് പറയാം, പരമേശ്വരൻ ചേട്ടനാണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് പഴയ കാലത്തെ ടിക്കറ്റിംഗ് രീതികളെക്കുറിച്ചും പുതിയ കാലത്തുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഈ ടിക്കറ്റ് എക്സാമിനറായിട്ട് തുടക്കം മുതലുണ്ട് അല്ലേ കവിത? ടിക്കറ്റ് എക്സാമിനറായിട്ട് തുടക്കം മുതലല്ല, 2 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാമിനർ ആയത്. അതിനു മുമ്പ് ഡോറിൽ കളക്ട് ചെയ്യുന്ന ടിക്കറ്റ് കീറണ. അപ്പോൾ ഏതായിരുന്നു ആദ്യത്തെ സിനിമ? ആദ്യത്തെ ഇവിടെ കളിച്ചത് റിലീസ് ചെയ്ത് 7 രാത്രികൾ. അപ്പോൾ ഇതിന്റെ ഓണറായിരുന്ന ബാബുസേട്ടൻ്റെ ചെമ്മീന് ശേഷം ചെയ്ത സിനിമയായിരുന്നു. അന്ന് എത്ര ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ടിക്കറ്റ്? 4 ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെ എന്തൊക്കെയായിരുന്നു? അതായത് ലോവർ ക്ലാസ് അത് എത്ര പൈസ? എത്ര? 150 സീറ്റ്. 150 സീറ്റ്. എന്തായിരുന്നു അതിന്റെ ടിക്കറ്റ് ചാർജ്? 50 പൈസ. 50 പൈസ തുടക്കത്തിൽ. മിഡിൽ ക്ലാസ് ഉണ്ടായിരുന്നു, 395 സീറ്റ് ഉണ്ടായിരുന്നു. അതിന് 1 രൂപ ചാർജ്. അത് കഴിഞ്ഞ് 300 സീറ്റിൻ്റെ അപ്പർ സർക്കിൾ അതിന് 2 രൂപ ചാർജ്. 2 രൂപ. ബാൽക്കണിയിൽ 312 സീറ്റ് ഉണ്ടായിരുന്നു അന്ന്. അതിന് 3 രൂപ ചാർജ് ചെയ്യാം തുടക്കം. പിന്നീട് മാറ്റങ്ങൾ ചാർജിൽ മാത്രമേ വന്നുള്ളൂ. ഈ ക്ലാസ്സുകളിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. ക്ലാസ്സുകളിൽ മാറ്റങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഒറ്റ ക്ലാസ്സാണിത്. ഒറ്റ ക്ലാസ്? ഇവിടെ 2 ക്ലാസ്സും പോയിട്ട് 1 ക്ലാസ് മാത്രമേ. എത്രയാണ് ഇപ്പോൾ ഇതിനൊരു ക്ലാസ്? താഴത്തെ ഇതിന് എത്രയാണ് ചാർജ്? 60 രൂപ. ഇപ്പോൾ 60 രൂപ താഴത്തെ. ബാൽക്കണിക്ക് 70 രൂപ. 80 രൂപ. പണ്ട് ഈ തിയേറ്ററിൽ വരുന്ന ആളുകൾക്കും ഇന്ന് വരുന്ന ആളുകൾക്കും എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? ഫാമിലി കുറവാണ്. ഫാമിലി സിനിമ കാണൽ കുറവാണ്. പണ്ട് കുടുംബമായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് തീരെ കുറഞ്ഞു. ഒരു 3-4 വർഷമായിട്ടുള്ള തന്നെ. അന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയായിരുന്നു ശമ്പളം? 60 രൂപ ശമ്പളവും 26 രൂപ ഡി അന്ന്. അതിപ്പോൾ ഇടയ്ക്ക് വന്നൊന്നും ഓർമ്മയില്ല. അന്ന് അത്രയായിരുന്നു. അതിന് മാസം വർഷം ഇൻക്രിമെൻ്റ് ഉണ്ടായിരുന്നു. 12 രൂപ 15 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് യൂണിയനോ അസോസിയേഷനോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. സംഘടനയില്ല. ഒന്നുമില്ല. പക്ഷേ ഇത്രയും കാലം സുഖമായിട്ട് ജോലി ചെയ്തു അല്ലേ? ഒന്നുമില്ല, പോയിട്ടുണ്ട് ദൂരമായിട്ട്. ബാബുസേട്ട് അത് വിറ്റപ്പോഴത്തേക്കും ഇവരടുത്ത് ചോദിച്ചപ്പോൾ അവർ ജോലി തന്നു. സാധാരണ ഈ ഭയങ്കര തിരക്കുള്ള സിനിമകളുണ്ടല്ലോ, ഒരു ആ ഫസ്റ്റ് ഡേ ഭയങ്കര തള്ളൊക്കെ ഉണ്ടാവും സമയത്ത്. അപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളാണ്. അത് പോലീസിനെ വിളിച്ച് നിർത്തി ഞങ്ങൾ നിയന്ത്രിക്കും. നമുക്ക് വർഷം വരാത്ത വിധത്തിൽ എന്നൊക്കെ ചെയ്യും. തിയേറ്ററുകാർക്ക് വർഷം വരാത്ത വിധത്തിൽ അങ്ങനെ ചെയ്ത് കളയും. ടിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ചിലപ്പോൾ ഒന്നിലധികം ടിക്കറ്റുകൾ അറിയാതെ പെട്ടുപോവുക, അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു പോകുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ സംഭവിക്കും. ടിക്കറ്റ് അങ്ങനെ പോകില്ല. ടിക്കറ്റ് വന്ന് ഞങ്ങൾ നമ്പർ അനുസരിച്ച് നോക്കിയിട്ടൊക്കെ പൈസയുടെ കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം. ഭയങ്കര വേഗതയിൽ ചെയ്യണ്ടേ? വേഗത പെട്ടെന്ന് ഇത്ര സമയം കൊണ്ട് ചെയ്ത് തീർക്കണം. പടം തുടങ്ങുന്നതിന് ആൾ മുഴുവനകത്ത് തരണ്ടേ? ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ആളാവില്ല ടിക്കറ്റ് കൊടുക്കുമ്പോൾ. നമ്മൾ ആരെയും മുഖത്ത് നോക്കൂല. പൈസ മേടിക്കുക, കൊടുക്കുക. പൈസയും ടിക്കറ്റും മാത്രം അത് മാത്രം ശ്രദ്ധ ഉണ്ടാവുള്ളൂ. പിന്നെ അതുകൂടെ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് സീറ്റ് നമ്പർ എഴുതി കൊടുക്കാനുണ്ട്. അതുപോലെ സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഇന്റർനെറ്റ് ബുക്കിംഗ് ഉണ്ടോ? ഇന്റർനെറ്റ് നേരിട്ട് എടുക്കണില്ല, ഒരു ഏജൻസി കൊടുത്തേക്കുന്നു.
അപ്പോൾ അവർ അവരൊന്ന് അവർ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പറയും ഇത്ര വേണം ഞങ്ങൾക്ക് സ്റ്റോക്ക്, ഓരോ സ്റ്റോക്ക് വേണമെന്ന് പറയും, അവർക്ക് കൊടുക്കും. മാറ്റിയിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഈ ബ്ലാക്ക് ടിക്കറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ചില ഈ നല്ല ഹിറ്റാവുന്ന സിനിമകൾക്ക്? അതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ അവർക്ക് ടിക്കറ്റ് കിട്ടുന്നു? ക്യൂ ഒന്ന് വാങ്ങിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ഒരു 5-6 കൂലിക്കാരൊക്കെ ഉണ്ടാവും, അവർ മേടിച്ചു. അല്ലെങ്കിൽ ബുക്ക് ചെയ്തു, ഇങ്ങനെ ഇൻ്റർനെറ്റും ഒരു ഫോൺ വഴി അന്നേരമൊക്കെ ആയിട്ട് ബുക്ക് ചെയ്ത് കിട്ടും.